കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പുതിയ സംവത്സരത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു സന്ദേശം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ ഇതാണ്: ന്യൂ ഇയറിലെ ഒരു പുതിയ വഴി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ളതായ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെ നമുക്കുണ്ട്. പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് അവയെല്ലാം സഫലമാകുവാനായി. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനുള്ള സാധ്യതകൾ എല്ലാം ഉണ്ടായിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സമയം നമുക്ക് അനിവാര്യമായിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ പുതിയ സംവത്സരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവായി മാറുവാനായിട്ട് ഈ വർഷം ഇടയാകട്ടെ. ഈ പുതിയ വഴിത്തിരിവ് എന്താണ്? നിങ്ങൾക്കായിട്ട് ഞാൻ വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. അങ്ങനെ വായിക്കുന്നു. ഇവിടെ യേശു കർത്താവ് തൻ്റെ ക്രൂശിലെ യാഗത്തിൽ കൂടി നമുക്ക് ഒരു പുതിയ വഴി തുറന്നു നൽകാനിടയായി. ഒരു ജീവനുള്ള വഴി, ഒരു പുതിയ വഴി. അപ്പോൾ ഈ പുതിയ വഴി ഏതാണ്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്കുള്ള പ്രവേശനമാകുന്നു ഈ പുതിയ വഴി. വളരെ ആഴമായുള്ള ഒരു സന്ദേശമാണിത്. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെയായിരിക്കാം ഈ പുതിയ വർഷത്തിൽ. ഈ സന്ദേശം നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അനുഗ്രഹപ്രദമായിരിക്കും. വിശുദ്ധ മന്ദിരത്തെക്കുറിച്ച് പറയുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത് കർത്താവിൻ്റെ പരിശുദ്ധമായ സന്നിധിയിൽ നിന്നാണ്. കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. സുഹൃത്തുക്കളെ, പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ നിയമപ്പെട്ടകം ഇരിക്കുന്നതായ സ്ഥലം, അതായത് സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിനുശേഷം അതിവിശുദ്ധ സ്ഥലം. മഹാപുരോഹിതൻ കടന്നു വന്ന് പ്രാകാരത്തിൽ വെച്ചാണ് ആദ്യം ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നാൽ വർഷത്തിൽ ഒരു പ്രാവശ്യം മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നുവന്ന് ജനത്തിനായി യാഗം കഴിക്കും. ദൈവം ആ യാഗത്തിൽ പ്രസാദിക്കുകയാണെങ്കിൽ, ആ ബലിയെ കൈക്കൊള്ളുകയാണെങ്കിൽ ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് വിടുതൽ കൊടുക്കാനിടയാകും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടി യാഗമായി തീർന്നിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി അത്ഭുതകരമായ വിടുതലും അനേകം അനുഗ്രഹങ്ങളും കൃപയുടെ മേൽ കൃപയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാവർക്കും, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ആ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം കൃപ ലഭിക്കുന്നു. അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ ഈ പുതിയ വർഷത്തിൽ നമുക്ക് ചിന്തിക്കാം, നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ കൃപാസനത്തിലേക്കാണ്. വിശുദ്ധ സ്ഥലത്തേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അവിടെ വെച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, എങ്ങനെ നമുക്ക് അതിപരിശുദ്ധമായ ഈ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാം, എങ്ങനെയാണ് നമുക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നതെന്ന്. ഒന്നാമതായി നമുക്ക് ചിന്തിക്കാം, എങ്ങനെ വിശുദ്ധ സ്ഥലത്ത് കടക്കാൻ കഴിയും. പ്രാർത്ഥനയിൽ കൂടി. ദൈവവചനപ്രകാരം നമ്മൾ ചെയ്യുന്നതായ പ്രാർത്ഥനകൾ എല്ലാം തന്നെ നമ്മെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ സ്ഥലത്തേക്ക് നയിക്കുവാൻ ഇടയാകും. എന്നാൽ പലപ്പോഴും 2 മിസ്റ്റേക്കുകളാണ് നമുക്ക് സംഭവിക്കാറുള്ളത്. ഒന്ന്, നമ്മൾ വെളിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാകാരത്തിന് വെളിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയും. എന്നാൽ നമുക്ക് യഥാർത്ഥ അനുഗ്രഹം ലഭിക്കുന്നത് അകത്തുനിന്നാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവിടെ ജീവൻ ഉണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാപിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു ജീവൻ്റെ വഴിയാണ് നമുക്ക് അതിൽ കൂടി തുറന്നു കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയെ അങ്ങനെ മാറ്റേണ്ടതുണ്ട്. മറ്റൊരു മിസ്റ്റേക്ക് ഇതാണ്,
നമുക്ക് അനുഗ്രഹം ലഭിക്കുകയും അതിൽ കൂടി അനേകം അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുവാൻ ഇടയാകും. പലപ്പോഴും നമ്മൾ തന്നെ അതിൻ്റെ ക്രെഡിറ്റും എടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഇതാണ്. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. യഥാർത്ഥമായ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കണമെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്ത് ചെന്നെങ്കിലേ മതിയാകൂ. ഓരോ പ്രാവശ്യവും നമ്മൾ മുഴങ്കാൽ മടക്കുമ്പോഴും ഓരോ പ്രാവശ്യവും തലവണക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ടതായ ആഗ്രഹം, നമ്മുടെ ഉദ്ദേശം ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് അതിവിശുദ്ധ സ്ഥലത്ത് കടക്കണം എന്നതിനെക്കുറിച്ചായിരിക്കണം. നമ്മൾ ആ രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ചുകൊണ്ട് നമ്മൾ തലകളെ വണക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുവാനും അവിടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ അനുഭവങ്ങളെ അനുഭവിക്കുവാനും കഴിയും. ഈ സന്ദേശത്തിൽ കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് നമ്മൾ അങ്ങനെ പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നതായ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള സന്ദേശമാണ്. 3 അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ. ഈ ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ അതിന് നമ്മൾ പാലിക്കേണ്ട ഒരു കണ്ടീഷനുണ്ട്. ഓരോ അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ ഓരോ നിബന്ധനകൾ പാലിക്കണം. ഈ നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്ത് കടക്കാൻ കഴിയും. അല്ല, ഈ നിബന്ധനകൾ അനുസരിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ പ്രാകാരത്തിൽ നിൽക്കുന്ന അനുഭവം തന്നെയായിരിക്കും. നമുക്ക് സാധാരണമായ അനുഗ്രഹങ്ങൾ മാത്രമേ അപ്പോൾ ലഭിക്കുകയും ഉള്ളൂ. നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവൻ്റെ അപ്പത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ശലോമോൻ ഉണ്ടാക്കിയതായ മന്ദിരത്തിൽ അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഉണ്ടായിരുന്നു. ആ നിയമപ്പെട്ടകത്തിൻ്റെ അകത്ത് മന്ന ഇട്ടുവച്ച പൊൻപാത്രമുണ്ടായിരുന്നു. ആ വചനം വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 9:4 അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകകളും. അതായത് അതിവിശുദ്ധ സ്ഥലത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ മന്ന ഇട്ടുവച്ചതായ ഒരു പൊൻപാത്രം ഉള്ളതായിട്ട്. മന്ന എന്താണെന്ന് നമുക്ക് അറിയാം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചതായ കാലത്ത് 40 വർഷക്കാലം ദൈവം അവരെ മന്ന കൊടുത്താണ് പോഷിപ്പിച്ചത്. മന്ന, സമൃദ്ധമായ ആഹാരം ദൈവം അവർക്കവിടെ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ പഴയ നിയമ പുസ്തകത്തിലെ ഓരോ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും നാം ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ നിയമത്തിൻ്റെ ചിന്തകളിലേക്കും കടന്നുവരും. ഇപ്പോൾ പഴയ നിയമത്തിലെ മന്നയും പുതിയ നിയമത്തിലെ മന്നയും തമ്മിൽ എന്താണ് വ്യത്യാസം? അത് വെളിപ്പെടുത്തി തരുന്നതായ എന്തെങ്കിലും കാര്യം കാണുവാൻ കഴിയുമോ? പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മന്നയാകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. നമ്മുടെ ജീവൻ്റെ അപ്പം യേശു കർത്താവ് ആകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:35 യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. പഴയ നിയമപുസ്തകത്തിലെ മന്ന അത് കഴിച്ച് തീർന്നു പോയതാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു പറയുകയാണ്, ഞാനാണ് നിങ്ങളുടെ മന്ന, ഞാൻ ജീവൻ്റെ അപ്പം ആകുന്നു. അത്ഭുതകരമായ വാഗ്ദത്തമാണ് അവൻ തന്നിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുന്നതായ ഓരോ സന്ദർഭത്തിലും കർത്താവായ യേശു ക്രിസ്തു, ജീവൻ്റെ അപ്പമാകുന്ന യേശു ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കുന്നു. ആ ജീവൻ്റെ അപ്പമാണ് ഈ പുതിയ വർഷത്തിലെ നമ്മുടെ ആത്മീയവും ഭൗതികവും മാനസികവുമായുള്ള എല്ലാ അനുഗ്രഹത്തിനും കാരണം. നമ്മുടെ രക്ഷകനും കർത്താവുമായിരിക്കുന്നതായ യേശു ക്രിസ്തു താൻ കാൽവരി ക്രൂശിൽ ചെയ്തതായ യാഗത്തിൽ കൂടി അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി ഈ ജീവൻ്റെ അപ്പം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ ജീവൻ്റെ അപ്പമായിരിക്കുന്ന കർത്താവിൽ നിന്നുള്ളതായ അനുഗ്രഹങ്ങൾ എവിടെ നിന്നാണ് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്? അതിവിശുദ്ധ സ്ഥലത്തു നിന്നുമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ജീവൻ്റെ അപ്പമായിരിക്കുന്ന കർത്താവിൽ നിന്നുള്ള യഥാർത്ഥ അനുഗ്രഹങ്ങൾ അതിവിശുദ്ധ സ്ഥലമാകുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാൻ ഇടയാകട്ടെ. അതിൻ്റെ ഒരു കണ്ടീഷനാണ് പറഞ്ഞത്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മൾ ഓർക്കുമ്പോൾ ദൈവം കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്.
എന്നാൽ ചില അനുഗ്രഹങ്ങൾ നമുക്ക് ബാക്കിയാണ്. അത് ഈ പുതിയ വർഷത്തിൽ നമുക്ക് വേണം. ആ അനുഗ്രഹം യേശു കർത്താവ് നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തു നിന്നും നൽകുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ഒരു നിമിഷം ചിന്തിക്കുക, ഏത് അനുഗ്രഹത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്? ഒരു ഭൗതികമായ അനുഗ്രഹമായിരിക്കാം, അതൊരു രോഗസൗഖ്യമായിരിക്കാം, നല്ലൊരു ആരോഗ്യസ്ഥിതി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ വീടിനെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പുതിയൊരു വാഹനമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മാനസികമായ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ആയിരിക്കും നമ്മൾ ദൈവത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത്. സകല നിരാശകളും ആകുലതകളും എല്ലാം മാറി ദൈവിക സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാനായിരിക്കും ആഗ്രഹിക്കുന്നത്. അതും ജീവൻ്റെ അപ്പം തന്നെയാണ്. ആത്മീയ അനുഗ്രഹങ്ങൾ ജീവനുള്ള അപ്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം, ദൈവത്തിൻ്റെ വചനങ്ങൾ ധ്യാനിക്കുവാനുള്ള ആ വലിയ കൃപ, ആത്മീയമായി ജീവിക്കാനുള്ള കൃപ, അതെല്ലാം ആത്മീയമായ അനുഗ്രഹങ്ങളാണ്, ആത്മീയ ജീവൻ്റെ അപ്പമാണ്. ഇത് നമുക്ക് ഇവിടെയും അതുപോലെ നിത്യതയിലും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് നാം എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ട്. എന്നാൽ ഒരു കാര്യം ഇതാണ്, ഒരു രഹസ്യമായുള്ള കാര്യം. ഈ അനുഗ്രഹം എങ്ങനെ പ്രാപിക്കാൻ കഴിയും? നമ്മൾ ഇനി വെളിയിൽ നിന്നുകൊണ്ട്, പ്രാകാരത്തിൽ നിന്നുകൊണ്ട് മാത്രം പ്രാർത്ഥിക്കരുത്. നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്തേക്ക്, ആ കൃപാസനത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. ആ കൃപാസനത്തിലേക്ക് എങ്ങനെ നമുക്ക് കടന്നു വരാം? അതിനുള്ള കണ്ടീഷനുകൾ, നിബന്ധനകൾ എന്താണെന്ന് നമുക്കൊരു നിമിഷം നോക്കാം. ഇവിടെ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മഹാപുരോഹിതൻ യേശുക്രിസ്തുവാണ്. എത്ര അത്ഭുതകരമായ കാര്യമാണ്! എബ്രായർ 10:21 നമുക്കിത് കാണുവാൻ കഴിയും. അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. നമ്മൾ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പിതാവിനോട് അപേക്ഷിക്കുകയാണ്. എന്താണ്? നമ്മുടെ പ്രാർത്ഥനകൾക്ക് പിതാവ് മറുപടി കൊടുക്കുന്നതിനു വേണ്ടി. അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതനായ യേശു കർത്താവ് ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നു. അതുപോലെ അതിപരിശുദ്ധ സ്ഥലത്ത് ഒരു വഴിപാട് കാണുവാൻ കഴിയും. അതിൽ നിന്ന് ഉയരുന്നതായ ധൂപം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് വഴിപാട് കാണുന്നത്? പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വഴിപാട് യാഗമായി കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിനെയാണ്. എഫേസ്യർ 5:2 ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ എന്ന വചനം പറയുന്നു. പഴയ നിയമത്തിൽ യാഗത്തിൽ നിന്ന് ഉയരുന്നതായ സൗരഭ്യ വാസനയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ നമുക്കത് അനുസരിക്കേണ്ട കാര്യമില്ല. നമുക്ക് കർത്താവാണ് യാഗം, നമുക്ക് കർത്താവാണ് സൗരഭ്യവാസനയായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്തതായ യാഗത്തിൽ കൂടി അവൻ ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗമായി മാറിയിരിക്കുകയാണ്. പിതാവായ ദൈവം ക്രിസ്തുവിൽ പ്രസാദിച്ചു, അവൻ്റെ യാഗത്തെ കൈക്കൊണ്ടു. 2 കാര്യങ്ങൾ. അതിപരിശുദ്ധ സ്ഥലത്ത് പിതാവായ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും, കാരണം നമ്മുടെ പുരോഹിതൻ യേശുക്രിസ്തുവാണ്. 2ാമതായി, അതിപരിശുദ്ധ സ്ഥലത്ത് പിതാവായ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും, കാരണം കർത്താവ് നമുക്ക് വേണ്ടി സൗരഭ്യവാസനയുള്ള യാഗമായി തീർന്നതുകൊണ്ട്. എത്ര അത്ഭുതകരമായ കാര്യമാണിത്! അതുകൊണ്ട് ഈ പുതിയ വർഷത്തിൽ നമുക്ക് കൂടുതൽ അത്ഭുതകരമായ അനുഭവങ്ങളെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കേണ്ടതിന് വേണ്ടി കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കാൻ നോക്കേണ്ടതാണ്. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പ്രാർത്ഥനാ മീറ്റിങ്ങുകളിലും എല്ലാം കൂടുതൽ നമ്മൾ കർത്താവുമായി സമയത്തെ ചിലവഴിക്കാൻ നോക്കേണ്ടതാണ്. നമ്മൾ അങ്ങനെ കൂട്ടായ്മ ആചരിക്കുന്നതുകൊണ്ട് പ്രാർത്ഥനയിൽ കൂടി കർത്താവിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയും. അതുകൊണ്ട് വെളിയിൽ നിന്നും എങ്ങനെ നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും? അതിനുവേണ്ടിയുള്ളതായ ഒരു കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. അതിനാസ്പദമായ ഒരു വാക്യം നമുക്ക് നോക്കാം. സങ്കീർത്തനം 24 അതിൻ്റെ 3-4 വാക്യങ്ങൾ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അതായത് വിശുദ്ധ സ്ഥലത്ത്, ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ഒരാൾക്ക് പ്രവേശിക്കണമെങ്കിൽ ആ വ്യക്തിക്ക്
ഒരു ശുദ്ധിയായ നിർമ്മലമായ ഹൃദയം ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക്, കൃപാസനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ വചനത്തിൽ മറ്റൊരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ പാടില്ല. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ പ്രസാദം, അനുഗ്രഹം ലഭിക്കാനിടയാകില്ല. അതുപോലെ തന്നെ ഈ വചനത്തിൽ കൂടി മറ്റൊരു കാര്യം പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ കള്ളസത്യം ചെയ്യുവാൻ പാടില്ല, നിങ്ങൾ വ്യാജം സംസാരിക്കുവാൻ പാടില്ല എന്ന് പറയുന്നു. വ്യാജം നിങ്ങൾ സംസാരിക്കരുത്. അതായത് നിങ്ങൾ വാക്ക് കൊടുക്കും, എന്നാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ചില സമയത്ത് നമ്മൾ ആളുകൾക്ക് വാക്ക് കൊടുക്കും, എന്നാൽ പലപ്പോഴും നാം അത് ചെയ്യുവാൻ മനസ്സ് കാണിക്കുകയില്ല. അത് കൊടുക്കുവാനുള്ളതായ ഒരു താല്പര്യം നമുക്ക് ഒരിക്കലും ഉണ്ടാകില്ല. അങ്ങനെയുള്ളവർ വിശുദ്ധ സ്ഥലത്ത് കയറില്ല. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. തലകളെ വണക്കിക്കൊണ്ട് ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഈ പുതിയ വർഷത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സ്വയം ചോദിക്കണം, എന്തെങ്കിലും പാപം, എന്തെങ്കിലും ഒരു കുറവ് എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ, മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, തീർച്ചയായും കർത്താവിൻ്റെ ശുദ്ധ രക്തം കൊണ്ട് നിങ്ങളെ കഴുകുവാനായിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ആ ജീവൻ്റെ അപ്പത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക. അപ്പോൾ ദൈവം അത്ഭുതകരമായ വിടുതൽ ഈ പുതിയ വർഷത്തിൽ തന്നെ ചെയ്യുവാനിടയാകും. രണ്ടാമതായിട്ട്, ഈ പുതിയ വർഷത്തിൽ നമ്മൾ തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവൻ ചെയ്യുവാനായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. എബ്രായർ 9:4 അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവച്ച പൊൻപാത്രവും അഹരോൻ്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകകളും. നമുക്കിവിടെ ശ്രദ്ധിക്കുമ്പോൾ എന്താണ് കാണുവാനായിട്ട് കഴിയുന്നത്? മന്ന ഇട്ടുവച്ചതായ പാത്രവും അതുപോലെ തന്നെ അഹരോൻ്റെ തളിർത്ത വടിയും കാണുവാനായിട്ട് കഴിയും. ശ്രദ്ധിക്കുക, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പഴയ നിയമപുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു വടി കാണുവാൻ കഴിയും. അത് അഹരോനും അതുപോലെ മോശയും ഇസ്രായേൽ ജനത്തെ പുറപ്പെടുവിച്ചുകൊണ്ട് വന്നതായ സമയത്ത് അവിടെ ഓരോ അത്ഭുതങ്ങളും ദൈവം ആ വടിയിൽ കൂടി ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ അഹരോൻ്റെ തളിർത്ത വടിയെക്കുറിച്ച് സംഖ്യാപുസ്തകം 17:8 കാണുവാൻ കഴിയും. പിറ്റേന്നാൾ മോശെ സാക്ഷ്യകൂടാരത്തിൽ കിടന്നപ്പോൾ ലേവി ഗൃഹത്തിൽ നിന്നുള്ള അഹരോൻ്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. നോക്ക്, എന്താണ് കണ്ടതായ വ്യത്യാസം? അഹരോൻ്റെ വടി പൂത്ത് തളിർത്ത് അതിൽ ബദാം ഫലം ഉണ്ടായിരിക്കുന്നു. അത്ഭുതം! എന്തുകൊണ്ടാണ് ഈ വടിയിൽ ഇത്രത്തോളം വ്യത്യാസം ഉണ്ടാകാൻ ഇടയായത്? ദൈവത്തിൻ്റെ അത്ഭുതമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നിയമപ്പെട്ടകത്തിൻ്റെ അരികിൽ അഹരോൻ്റെ തളിർത്ത വടി ഇരിക്കുന്നത് കാണുവാൻ കഴിയും. അതിൽ ബദാം ഫലം കായ്ച്ചിരിക്കുന്നു. വീണ്ടും ഇത് പറയുകയാണ്, പഴയ നിയമത്തിലെ ഓരോ കാര്യങ്ങളും പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ അഹരോൻ്റെ വടി എന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവുമായി സാദൃശ്യമായിരിക്കുന്നു. അഹരോൻ്റെ വടി യേശുക്രിസ്തുവായിരുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ അനുഗ്രഹങ്ങളെ അവൻ നൽകിത്തരുന്നു. യേശു കർത്താവിൻ്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എത്രയോ അത്ഭുതങ്ങളാണ് അവൻ ചെയ്യാനിടയായത്. എത്രയോ വീര്യപ്രവർത്തികളാണ് അവൻ ചെയ്യുവാനിടയായത്. ഈ ദിവസങ്ങളിലും അതിപരിശുദ്ധ സ്ഥലത്ത് കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. അതെ, അതിപരിശുദ്ധ സ്ഥലത്ത് അഹരോൻ്റെ തളിർത്ത വടിയെപ്പോലെ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ ഈ അത്ഭുതകരമായ വിടുതൽ നമുക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു. അതുപോലെ തന്നെ
ഈ പുതിയ വർഷത്തിലും അത്ഭുതങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഞാൻ അത്ഭുതങ്ങൾ വിശ്വസിക്കുക, എന്നാൽ വ്യാജമായി പറയുന്ന അത്ഭുതങ്ങൾ ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളത് വിശ്വസിക്കരുത്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, ഇസ്രായേലിൽ സംഭവിച്ചതുപോലെ. എന്നാൽ പല ആളുകളും ഇത് മനസ്സിലാക്കുന്നില്ല. അവർ അത്ഭുതങ്ങൾ പ്രഖ്യാപിക്കുന്നു, അവർ അത്ഭുതങ്ങൾ ചെയ്യുന്നു, എന്നാൽ അത് യഥാർത്ഥമായ അത്ഭുതങ്ങൾ അല്ല. ഇത് മനസ്സിലാക്കണം. എന്നാൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് ഒരു സത്യം പറയട്ടെ. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി വിശുദ്ധിയോടുകൂടി അതിവിശുദ്ധ സ്ഥലമാകുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ആ കൃപാസനത്തിലേക്ക് അടുത്തു വന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വിടുതൽ സംഭവിക്കും. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ ഇടയാകും. അതാണ് സത്യം. ഈ പുതിയ വർഷത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? ഒരുപക്ഷേ നിങ്ങളുടെ മക്കളുടെ വിവാഹകാര്യമായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഭൗതികമായുള്ള എന്തെങ്കിലും നന്മകളെക്കുറിച്ചായിരിക്കും, അനുഗ്രഹപ്രദമായ ഒരു ആത്മീയ ജീവിതത്തെക്കുറിച്ചായിരിക്കും, വചനത്തിൽ വളരുവാനുള്ള ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ ദൈവവേലയെക്കുറിച്ചായിരിക്കാം. ഏതായാലും ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഈ പുതിയ വർഷത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ട് ഉത്തരമരുളുവാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാനിടയാകും. എന്നാൽ അതിനൊരു കണ്ടീഷൻ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അത് എന്താണെന്ന് വചനത്തിൽ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുകയാണ്. ആ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്കും ദൈവം അത്ഭുതകരമായ വിടുതലും മറുപടിയും നൽകുവാനിടയാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങൾ നേടുവാനിടയാകും. എബ്രായർക്കെഴുതിയ ലേഖനം 10:22, നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. നമ്മൾ കർത്താവിൻ്റെ അടുക്കലേക്ക് പ്രാർത്ഥിക്കാനായി കടന്നു ചെല്ലുമ്പോൾ, മുഴങ്കാൽ മടക്കുമ്പോൾ, നമ്മൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാനായി തുടങ്ങുന്ന സമയത്ത് ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. എന്തെങ്കിലും പാപം, അശുദ്ധി നമ്മളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റുപറയുക. യഥാർത്ഥമായ അനുതാപം പരിശുദ്ധ സ്ഥലത്തിലേക്ക് നമ്മെ എത്തിക്കുവാനിടയാകും. നാം എല്ലാവരും മനുഷ്യരാണ്. സ്വാഭാവികമായും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. എന്നാൽ നമ്മുടെ യേശു കർത്താവ് നമ്മുടെ മഹാപുരോഹിതനായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, ഏറ്റുപറയുക. ദൈവത്തോട്, മനുഷ്യരോട് ചെയ്തതായ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. ആ പാപങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിക്കുക, കഴുകൽ പ്രാപിക്കുക. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണത്തോടുകൂടി പരമാർത്ഥതയോടുകൂടി നമുക്ക് അപ്പോൾ കർത്താവിൻ്റെ ആ വിശുദ്ധ സ്ഥലത്തേക്ക്, കൃപാസനത്തിലേക്ക് കടക്കുവാൻ കഴിയും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രത്യേകിച്ച് മൂന്നാമത്തെ കാര്യം, ഈ ന്യൂ ഇയറിൽ നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ദയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 9:5 അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളുമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിന് മീതെ കാണുന്നത് എന്താണ്? കൃപാസനത്തെ കാണുവാനിടയാകുന്നു. മഹാപുരോഹിതൻ കടന്നു വന്നുകൊണ്ട് ബലി അർപ്പിക്കുമ്പോൾ ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ കോപം കരുണയായിട്ട് മാറുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവാണ് നമ്മുടെ യാഗമായിരിക്കുന്നത്. നമ്മുടെ അറുക്കപ്പെട്ട കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനാണ് യാഗം. കർത്താവിൻ്റെ യാഗത്തിൽ കൂടി പിതാവായ ദൈവത്തിൻ്റെ കോപമെല്ലാം മാറി നമ്മോടെല്ലാം ദൈവം കരുണ കാട്ടാനിടയാകുന്നു. കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതനായിട്ട് നമുക്കുണ്ട്. അവൻ ചെയ്ത യാഗത്തിൻ്റെ സൗരഭ്യവാസനയുണ്ട്. അവൻ കാൽവറി ക്രൂശിൽ ചെയ്തതായ യാഗം നിമിത്തം ദൈവത്തിൻ്റെ കോപമെല്ലാം മാറി നമ്മോട് കരുണ കാട്ടുവാനിടയാകുന്നു. നമ്മോട് ദൈവം പ്രസാദിക്കുവാൻ ഇടയാകുന്നു. നാം എത്ര ഭാഗ്യവാന്മാരാണ് സുഹൃത്തുക്കളെ. ഈ പുതിയ വർഷത്തിൽ നമുക്കെന്താണ് വേണ്ടത്? ദൈവത്തിൻ്റെ കരുണ വേണം, ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണം, ദൈവത്തിൻ്റെ മഹാദയ വേണം. നമ്മൾ ദൈവത്തെ വിട്ട് അകന്നു പോവുകയാണെങ്കിൽ ദൈവത്തിലേക്ക് തിരികെ വരുവാൻ ദൈവത്തിൻ്റെ കരുണ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമുക്ക് പലപ്പോഴും വീഴ്ചകൾ സംഭവിച്ചേക്കാം, പല നഷ്ടങ്ങളും സംഭവിച്ചേക്കാം. അവയെല്ലാം നേടിയെടുക്കുവാൻ ദൈവത്തിൻ്റെ കരുണ വേണം.
ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാനായി ദൈവത്തിൻ്റെ കരുണ നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ദിവസങ്ങളിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലവിധമായ നെഗറ്റീവായിട്ടുള്ള ആലോചനകൾ കടന്നു വന്നിട്ടുണ്ടാകാം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മിനിസ്ട്രിയിൽ, നമ്മുടെ ജോലി മേഖലകളിൽ, സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലെല്ലാം പലപ്പോഴും നാശങ്ങൾ സംഭവിച്ചേക്കാം. അവിടെ നമുക്കെന്ത് വേണം? ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യം. അതിനുവേണ്ടി എന്താണ് വേണ്ടത്? ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണ നേടിയെടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. കർത്താവ് നമുക്ക് വേണ്ടി സകലതും ചെയ്തിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടായിക്കൊണ്ട് ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗമായി മാറിയിരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി, നമ്മുടെ വിടുതലിനു വേണ്ടി എല്ലാം അവൻ തന്നെ ചെയ്തിരിക്കുന്നു. സകലതും നമുക്ക് വേണ്ടി അവൻ നിവർത്തിച്ചിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുക എന്നത്. ഞാൻ മുൻപ് 2 കണ്ടീഷനുകൾ പറഞ്ഞു. മൂന്നാമത്തെ കണ്ടീഷൻ കൂടി ഞാൻ പറയുകയാണ്. യോവേലിൻ്റെ പുസ്തകം 2:12-13 വാക്യങ്ങൾ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനാണല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. അവൻ മഹാദയുള്ള ദൈവമാണ്. എന്നാൽ എങ്ങനെയാ ദയ പ്രാപിച്ചെടുക്കാൻ കഴിയും? അതിവിശുദ്ധ സ്ഥലമായ ദൈവസന്നിധിയിലേക്ക് പോകണം. അതായത് ദൈവത്തിൻ്റെ കരുണ നമ്മൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവങ്കലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിയേണ്ടത് ആവശ്യമായിരിക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുക. അതെ, ഈ പുതിയ വർഷത്തിൽ കൂടുതലായി ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയണം. ഞാനും നിങ്ങളുമെല്ലാം കൂടുതലായിട്ട് സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൂടുതലായി സമയത്തെ ചിലവഴിക്കണം. ദൈവത്തിങ്കിലേക്ക് കൂടുതലായിട്ട് നമ്മൾ തിരിയുക. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ അന്വേഷിക്കുക. ദൈവത്തിൻ്റെ വേല നമ്മൾ ചെയ്യുവാനായി സമയത്തെ ചിലവഴിക്കുക. ഓരോ കാര്യങ്ങൾ കടന്നു വരുമ്പോഴും ദൈവത്തിൻ്റെ യഥാർത്ഥ പൈതലായിട്ട് തന്നെ നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ആ തീരുമാനമാണ് പ്രധാനം. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടതാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ കരുണ യേശുക്രിസ്തുവിൽ കൂടി നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതിന് വേണ്ടി. അപ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരമായ കൃപയും സാന്നിധ്യവും അനുഗ്രഹവുമെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അനുഭവിക്കുവാൻ കഴിയും. ഈ സന്ദേശം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഈ നാളുകളിൽ പ്രാർത്ഥിക്കാം. ഈ പുതിയ വർഷത്തിൽ ജീവൻ്റെ അപ്പമായിരിക്കുന്ന കർത്താവിൽ നിന്ന് പ്രാപിക്കാനായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ പുതിയ വർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാകട്ടെ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുണ കൂടുതലായി പ്രാപിച്ചെടുക്കാനിടയാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ നല്ല കർത്താവേ, ഈ പുതിയ വർഷത്തിൽ കർത്താവെ കൂടുതൽ കൃപകൾ പ്രാപിച്ചെടുക്കുവാൻ, നിന്റെ നന്മകൾ, നിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കണമേ. ഈ വർഷം മുഴുവനും നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഒരിക്കലും ആ കൃപാസനത്തിന് പുറത്തു നിൽക്കുന്ന വ്യക്തികളായി മാറുവാൻ പാടില്ല. കർത്താവെ, വിശുദ്ധിയോടുകൂടി പരമാർത്ഥ ഹൃദയത്തോടുകൂടി നിന്റെ ആ കൃപാസനത്തെങ്കിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കണമേ. അതിവിശുദ്ധ സ്ഥലത്തേക്കടുത്ത് വന്നുകൊണ്ട് കർത്താവെ, നിന്റെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. അനുതാപത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ സഹായിക്കണമേ. അതുപോലെ ഈ വർഷം മുഴുവനും കർത്താവെ, നിന്റെ വലിയ കരുണ അനുസരിക്കുവാൻ, ദിനംതോറും നിങ്ങളിലേക്ക് തിരിയുവാനായി ഞങ്ങളെ കൂടുതൽ നീ സഹായിക്കണമേ. അതുപോലെ ഈ സന്ദേശം കേട്ടതായ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പുതിയ വർഷം ഒരു അനുഗ്രഹീതമായ വർഷമാക്കി നീ മാറ്റണമേ. ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ TV മിനിസ്ട്രി വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഡൊനേഷനുകൾ നൽകുക. അതുപോലെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടും നിങ്ങൾക്ക് ഡൊണേഷൻ അയക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നൽകുന്ന ഓൺലൈൻ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. അവയിലേക്കും നിങ്ങളുടെ ഡൊണേഷനുകൾ അയക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ മണി ഓർഡറുകൾ അയക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദയവ് ചെയ്ത് ഈ അഡ്രസ്സ് രേഖപ്പെടുത്തുക. അതിലേക്ക് നിങ്ങൾക്ക് അയക്കുവാൻ കഴിയുന്നതാണ്. അബണ്ടന്റ് ലൈഫ് 1533RT, വിജയനഗർ കോളനി, ഹൈദരാബാദ് 500057, തെലങ്കാന, ഇന്ത്യ. ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ
കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.